വാഴ നടാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മണ്ണ് ഒരുക്കുക എന്നുള്ളതാണ്. മണ്ണ് ഒരുക്കാൻ വേണ്ടി നമുക്ക് ഹിറ്റാച്ചി, ട്രാക്ടർ, JCB ഇങ്ങനെയുള്ള പല മെഷീനറീസ് ഉപയോഗിക്കാം. അത് നമ്മൾ കിളച്ച് കൊത്തി ഒരുക്കി നല്ല ക്ലിയർ ആക്കിയതിന് ശേഷം വാഴ നടുന്നതിന് കുറേ രീതികളുണ്ട്. അതിന് പ്രധാനപ്പെട്ട 3 രീതികൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നാടൻ രീതിയാണ്, കുഴി എടുത്ത് വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം 2 അടി വ്യാസവും 1.5 അടി ആഴവുമുള്ള കുഴിയാണ്. അപ്പോൾ ഈ കുഴിയിൽ നിന്ന് എടുത്തിട്ട് മണ്ണിലേക്ക് നമ്മൾ കോഴിവളം, ഇത് പ്രോസസ്സ് ചെയ്ത കോഴിവളമാണ്, അതൊരു 4 കിലോ മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഴയുടെ വിത്ത് കുഴിയിൽ വെക്കുകയാണ്. അപ്പോൾ നമ്മളിത് കേട് പോക്കാൻ വേണ്ടി എടുത്ത് വെച്ച വാഴ വിത്താണ്, അതുകൊണ്ട് ഇതിനകത്ത് ഇല വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് വെച്ചിട്ട് ആ മണ്ണിട്ട് മൂടുകയാണ്. മണ്ണിട്ട് മൂടി അതിന് ലെവൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ ലെവലിനെക്കാളും ഒരു പൊടി മുകളിലേക്ക് മണ്ണ് നിർത്തിയിട്ട് അതിന് വേണ്ട നനയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെത്തേഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. വാഴയും വാഴയുടെ ഇനം അനുസരിച്ച് തമ്മിലുള്ള അകലം മാറാറുണ്ട്. 6x6, 6x7, 7x7 ഇന്ന് പല അളവുകളിൽ വയ്ക്കാറുണ്ട്. അതുപോലെ മറ്റൊരു രീതിയാണ് ബെഡ് എടുത്ത ശേഷം അതിനകത്ത് വാഴ വയ്ക്കുന്നത്. പ്രധാനമായിട്ടും മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ വാഴവിത്ത് ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇതിൻ്റെ ഒരു എളുപ്പം എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പരമാവധി വേരുകൾ വളരുകയും നല്ല ഗ്രോത്ത് റേറ്റ് കിട്ടുക. അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ ഏറ്റവും നല്ല രീതിയാണ് ഇങ്ങനെ ബെഡ് എടുത്തിട്ട് അതിന് മുകളിൽ വെക്കുന്നത്. ഏകദേശം 3 അടി വീതിയും 1.5 അടി ഹൈറ്റുമുള്ള ബെഡ് എടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ഡ്രിപ്പ് ലൈനും സെറ്റ് ചെയ്ത് അടിവളവും ചേർത്തിട്ട് ആണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിന് കുമ്മായം, ജിപ്സം, ഡോളമൈറ്റ്, ബോറോൺ തുടങ്ങിയ വസ്തുക്കൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബെഡിൽ തന്നെ. അതുപോലെ മറ്റൊരു രീതിയാണ് ഒറ്റക്കുഴുവിന് ചാലെടുത്തിട്ട് ചാലിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വിത്ത് വയ്ക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ എവിടെയാണ് വെക്കേണ്ടത് അത് മാർക്ക് ചെയ്ത ശേഷം അവിടെ വിത്ത് വയ്ക്കുകയും അതിൻ്റെ 2 സൈഡിലായിട്ട് അടിവളം ഇട്ട ശേഷം ഈ സൈഡിലെ ലൂസ് മണ്ണ് കൊണ്ട് തന്നെ മൂടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം കിട്ടുന്നത് വെച്ചാൽ വളം ഇടുമ്പോൾ മണ്ണിടാൻ എളുപ്പമാണ്. കാരണം 2 സൈഡിൽ എപ്പോഴും മണ്ണുണ്ടാവും. 1, 2, 3 വളം കഴിയുന്നതോടെ ഈ മണ്ണ് വീണ് നമ്മുടെ ആ കുഴി അല്ലെങ്കിൽ ആ ചാല് ഏകദേശം ഫ്ലാറ്റായി കിട്ടുന്നതാണ്. നാട്ട് കഴിഞ്ഞ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നനയ്ക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷനാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചെടി നട്ട് 20 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ വെള്ളം വീഴുന്നതും പിന്നെ ചെടിയുടെ വളർച്ചയെ കാണാം. അതോടൊപ്പം അതിൻ്റെ സൈഡിൽ കോഴിവളം കിടക്കുന്നതാണ്. അതായത് നമ്മൾ രണ്ടാമത് ബാക്കി ഉണ്ടായിരുന്ന കോഴിവളം അതിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുത്താണ് മണ്ണിടുന്നതിന് തൊട്ട് മുമ്പ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 74 ദിവസത്തിന് ശേഷമുള്ള നമ്മുടെ ചെടിയുടെ വളർച്ചയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നവംബർ 3, 4 തീയതികൾ നട്ട സാധനം ഇന്ന് ജനുവരി 17 ഇനി പറയാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇത്തവണ നമ്മൾ നട്ട വിത്തിൻ്റെ 99.9% നമുക്ക് വിത്ത് മുളച്ച് നന്നായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ 6ാമത്തെ വർഷത്തെ വാഴക്കൃഷിയാണ്. ഇതുവരെ നമ്മൾ വിത്ത് വെച്ച് കഴിഞ്ഞാൽ 5% മുതൽ 10%, 12% വരെ വിത്തുകൾ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്ന രീതി എന്ന് വെച്ചാൽ നട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യുന്നു, പിറ്റേ ദിവസം മുതൽ നനയ്ക്കുന്നു. അതിന് കയ്യും കണക്കുമില്ലാതെ ആവശ്യത്തിലധികം നനച്ച് അത് നമ്മൾ കേടായിക്കൊണ്ടിരുന്നു. ഇത്തവണ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തു. വാഴ വെച്ച് 4ാം ദിവസമാണ് നമ്മൾ ഇതിൻ്റെ ഡ്രിപ്പ് ലൈന് റെഡിയാക്കിയത്. അതിനുശേഷം നമ്മൾ വെള്ളം കൊടുത്ത ഓരോ ദിവസത്തിൽ 2 മണിക്കൂർ, വെറും 2 മണിക്കൂർ മാത്രം കൊടുത്തു. എന്നിട്ട് പിന്നെ അടുത്ത വെള്ളം കൊടുക്കുന്നത് 3 ദിവസത്തിന് ശേഷമാണ്. എന്ന് വെച്ചാൽ ഒരു ചെടിക്ക് പോലും നമ്മൾ എക്സസൈസ് വെള്ളം കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫംഗസും ഒരു ബാക്ടീരിയയും ഒരു വൈറസും വളരാനുള്ള സാഹചര്യം നമ്മൾ ഒരിക്കൽ കൊടുത്തിട്ടുമില്ല. നമ്മളെല്ലാവരും മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുകയാണെങ്കിൽ 100% നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ.